യുദ്ധം അവസാനിക്കുന്നു എന്ന പ്രതീതി ജനിക്കുന്ന സമയത്താണ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുകൂടി കടുപ്പിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല കടുപ്പിക്കുന്നത്. നാവിക ഉപരോധം പിൻവലിച്ചാൽ അതിനർത്ഥം എന്താ? ഇറാന് വിപണിയിൽ എണ്ണ എത്തിക്കാൻ കഴിയും. ഇറാൻ ആ എണ്ണ കൊണ്ട് ഇറാൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി കടക്കാൻ കഴിയും. 1967 ദ ഗ്രേറ്റ് ഓയിൽ ഷോക്കിന് ശേഷം 2026 വർഷമാണ് ഏറ്റവും അധികം സന്നിഗ്ധ അവസ്ഥ എണ്ണ വിപണിയിൽ ഉണ്ടാകുന്നത്. ആഗോള തലത്തിൽ യൂറോപ്പിനെ വെറുപ്പിച്ച് ഒരു പരുവമാക്കി വെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഡോക്ടർ മോഹൻ വർഗീസ്, മാസങ്ങളായി തുടരുന്ന ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് വിശേഷിപ്പിച്ചാണ് പ്രസിഡന്റ് ഈ ഒരു നിർദ്ദേശം തള്ളിയത് എന്നാണ് വാർത്തകൾ. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണ് എന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കിയിട്ടുമുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുകയല്ലേ? വീണ്ടും യുദ്ധം തുടരുമോ? യുദ്ധം അവസാനിക്കുന്നു എന്ന പ്രതീതി ജനിക്കുന്ന സമയത്താണ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുകൂടി കടുപ്പിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല കടുപ്പിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണമുണ്ടായി. അമേരിക്ക മുന്നോട്ട് വെച്ച 14 ഇന നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം, അത് എക്കാലത്തും ഇറാൻ എടുത്ത നിലപാടിൻ്റെ ഒരിക്കൽ കൂടിയുള്ള ആവർത്തനമായിരുന്നു ഈ പ്രതികരണം. ആ പ്രതികരണത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് ഹോർമൂസ് തങ്ങളുടെ സ്വാധീന മേഖലയായി നിലനിർത്തും. തങ്ങളുടെ സ്വാധീന മേഖല തന്നെയായിരുന്നു എക്കാലത്തും. പക്ഷേ ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം ഇറാന് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ആണവ വിഷയത്തിൽ വിട്ടുവീഴ്ച ആകാമെങ്കിലും സമ്പുഷ്ടീകരണം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇറാന്റെ മേൽ ഇനി ഒരിക്കലും ആക്രമണം നടത്തില്ല എന്ന് അമേരിക്ക എഴുതി കൊടുക്കണം. ഇതൊക്കെ ന്യായമായ കാര്യങ്ങളാണെന്ന് തോന്നാമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തമായി കുറിച്ചു, സാധ്യമല്ല, നിരാശപ്പെടുത്തുന്നു, ഒരിക്കലും നടക്കില്ല, താൻ അംഗീകരിക്കില്ല, വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. ഇറാൻ കടും പിടുത്തമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ഇനിയിപ്പോൾ ബലപ്രയോഗം മാത്രമാണ് വഴി എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു വാക്കുകളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്നത്. നോക്കൂ, എത്ര കഷ്ടപ്പെട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു പ്രക്രിയയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അമേരിക്ക തന്നെ നിയോഗിക്കുന്നു. ഇത് പാകിസ്ഥാൻ താല്പര്യപ്പെടുന്നു, അത് അവരുടെ പ്രതിച്ഛായയ്ക്ക് വേണ്ടിയാണ്. ഇത് ആകെപ്പാടെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാൻ അങ്ങനെ ഒരു സന്ധി സംഭാഷണത്തിന് നെടുനായകത്വം വഹിക്കുന്നു എന്ന ഒരു റോൾ പാകിസ്ഥാന് പ്രയോജനമാണ്. അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലൂടെ തങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കും എന്നും വിചാരിച്ചു. പക്ഷേ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ഇറാൻ, 8ലും 7ലും അടുക്കുന്നില്ല ഇറാൻ എന്നൊക്കെ പറയുന്നതാണ് ശരി. അപ്പോൾ വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുന്നു. അണുവിട വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. ആണല്ലോ വിഷയം, ആയുധമാണല്ലോ വിഷയം. പരമാവധി ഇപ്പോൾ അനൗപചാരികമായി കേൾക്കുന്നത് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം തുടരും. പക്ഷേ സമ്പുഷ്ടീകരിച്ച ഇന്ധനം, സമ്പുഷ്ടീകരിച്ച യുറേനിയം, അതിൻ്റെ ഒരു ഭാഗം നിർവീര്യമാക്കുകയും മറുഭാഗം മറ്റ് ചില രാജ്യങ്ങളിലേക്ക്, അത് ചൈനയും റഷ്യയും ആവാം ഇപ്പോൾ പരിഗണനയിൽ, അങ്ങോട്ട് സുരക്ഷിതമായി കീപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തയക്കുകയും ചെയ്യുക എന്നൊരു നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് അമേരിക്ക എന്ന് അനൗപചാരികമായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് കൺഫർമേഷൻ ഇല്ല എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ആ മാധ്യമങ്ങളുടെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഉൾപ്പെടെ വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഇത് സ്വീകരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. ഡൊണാൾഡ് ട്രംപ് മുൻകൂട്ടി തന്നെ പറഞ്ഞു, സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങളിലേക്ക് എത്തണം, തങ്ങൾ അത് കൊണ്ടുപോകും, കാരണം തങ്ങളുടെ കയ്യിൽ അത് സേഫ് കസ്റ്റഡിയിലിരിക്കും. അതൊരു സിംബോളിക് കാര്യമാണ്. ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് അമേരിക്കൻ ജനതയോട് ട്രംപിന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
തങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, റഷ്യയല്ല, ചൈനയല്ല. റഷ്യയോ ചൈനയോ ഏൽപ്പിക്കുന്നതിന് കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏൽപ്പിച്ചു എന്ന് പറയുകയും ഏറ്റു എന്ന് അവർ പറയുകയും എന്നാൽ ഇറാനിൽ തന്നെ ആ ഒരു സമ്പുഷ്ടീകരിച്ച യുറേനിയം നിലനിൽക്കുകയും ചെയ്താൽ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചൈനയിലോ റഷ്യയിലോ കടന്നു ചെന്ന് അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സിന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ കണക്കെടുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും ഇവർ അമേരിക്കയോട് കണക്ക് ബോധിപ്പിക്കാൻ ഒരുപക്ഷെ തയ്യാറാവില്ല എന്നതുകൊണ്ടും കൂടുതൽ അഭികാമ്യം ഒരുപക്ഷെ അമേരിക്കയോ റഷ്യയോ ചൈനയോ അല്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക്, സേ ഫോർ എക്സാമ്പിൾ ഫ്രാൻസ് ഓർ ബ്രിട്ടൻ, ആണവ രാജ്യങ്ങളിലേക്ക് മാത്രമേ മാറ്റാനാവൂ. കാരണം ആണവ രാജ്യങ്ങളല്ലാത്ത ആണവ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിശീലിക്കാത്ത ഒരു രാജ്യത്തേക്ക് മാറ്റാനാവില്ല. അതുകൊണ്ടാണ് അപ്പോൾ ആ കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നു. ഇറാൻ കപ്പം പിരിക്കുന്ന കാര്യത്തിൽ കടന്നു പോകുന്ന കപ്പലുകൾ, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ കപ്പം പിരിവ്, ചുങ്കം പിരിവ് അത് തുടരും എന്ന് അർത്ഥത്തിലാണ് ഇറാൻ പറയുന്നതെങ്കിലും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ സന്നദ്ധമായിരിക്കണം. കാരണം സ്വാധീന മേഖല എന്ന് പറയുന്നത് കൊണ്ട് അതൊരു ആദായ മേഖല എന്തുകൂടി കരുതേണ്ടതില്ലല്ലോ. പക്ഷെ ഉപരോധം പിൻവലിച്ചേ മതിയാവൂ എന്ന ഇറാൻ്റെ കർശനമായ ഉപാധിയാണ്. നാവിക ഉപരോധം പിൻവലിച്ചാൽ അതിനർത്ഥം എന്താ? ഇറാന് വിപണിയിൽ എണ്ണ എത്തിക്കാൻ കഴിയും. ഇറാൻ ആ എണ്ണ കൊണ്ട് ഇറാൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി കടക്കാൻ കഴിയും. ഇപ്പോൾ ഇറാൻ്റെ എണ്ണ സങ്കീർണമായൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. സംഭരിച്ചു വയ്ക്കാൻ സംഭരണികൾ ലഭ്യമല്ല. പൂർണ്ണ തോതിൽ സംഭരണമുണ്ട്. ഒഴുക്കിക്കളയുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക, കത്തിച്ച് കളയുക എന്നതല്ലാതെ മറ്റു വഴികളില്ലാതെ നിൽക്കുമ്പോൾ അതുതന്നെയാണ് അമേരിക്ക നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു കാരണം. കാരണം ഇറാൻ ബുദ്ധിമുട്ടിലാണ്, കെട്ടിക്കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സമ്മർദ്ദം അതിന് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാനും പറയുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മുജ്തബ ഖൊമേനി തൻ്റെ സേനാനായകരെ, IRGCയുടെ തലപ്പത്തുള്ളവരെയും സേനയുടെ തലപ്പത്തുള്ളവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, അമേരിക്ക ഈ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഏറ്റവും അവസാനത്തെ വാർത്തയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇങ്ങനത്തെ ഒരു ട്രൂത്ത് സോഷ്യൽ കമൻറ്റ് കൂടെ ആയപ്പോൾ ഒരുപക്ഷെ ആക്രമണം തുടരാം, പുനരാരംഭിച്ചേക്കാം, വെടിനിർത്തൽ തകർന്നതിന് ശേഷം പുതിയൊരു ആക്രമണം നടത്തിയേക്കാം അമേരിക്ക ഇറാൻ്റെ മേൽ എന്ന ഒരു ചിന്തയുമുണ്ട്. അങ്ങനെയെങ്കിൽ ശക്തമായ തിരിച്ചടി, എല്ലാ അവന്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടി. അങ്ങനെയെങ്കിൽ തിരിച്ചടി വീണ്ടും സംഭവിക്കുന്നത് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാകും. ഗൾഫിലെ, പേർഷ്യൻ ഗൾഫിലെ, സൗദിയിലെ ഉൾപ്പെടെ UAEയിലെയും ഖത്തറിലെയും ഒക്കെയുള്ള താവളങ്ങൾക്ക് നേരെ വീണ്ടും പഴയപടി ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യതയും തുറന്നിട്ടുകൊണ്ടാണ് ഈ വിവാദം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്നത്, തുടരുന്നത്. ഈ ആഴ്ച ചൈന സന്ദർശിക്കാനിരിക്കുന്ന ട്രംപിന് മേൽ ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ ആഗോള സമ്മർദ്ദമുണ്ട്. യുദ്ധം സൃഷ്ടിച്ച ആഗോള ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക ഭീഷണിയും US വോട്ടർമാർക്കിടയിലും വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും ട്രംപിന് കുലുക്കമില്ലാത്തത് എന്തുകൊണ്ടാണ്? 1967 ദ ഗ്രേറ്റ് ഓയിൽ ഷോക്കിന് ശേഷം 2026 വർഷമാണ് ഏറ്റവും അധികം സന്നിഗ്ധ അവസ്ഥ എണ്ണ വിപണിയിൽ ഉണ്ടാകുന്നത് ആഗോള തലത്തിൽ. അതിലേറ്റവും അധികം ബുദ്ധിമുട്ട്, കഷ്ടനഷ്ടങ്ങൾ, ആശങ്ക ഉള്ളത് ഇന്ത്യക്കും ചൈനയ്ക്കും ആണ്. ആ ചൈനയിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് 14-ാം തീയതി പറന്നിറങ്ങുന്നത്. ചില വ്യാപാര ചർച്ചകൾക്ക് വേണ്ടിയാണ്. അവിടെ സ്വാഭാവികമായി ഇറാൻ വിഷയം വരാനുള്ള സാധ്യതയുണ്ട്. ചൈന പരസ്യമായി ഒരു നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇറാന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതല്ലാതെ ചൈനയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്തും എന്ന നിഷ്കർഷ അമേരിക്കയ്ക്ക് മേൽ ചൈന വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഖത്തറിൻ്റെയും കുവൈത്തിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ച് എങ്ങനെയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാവണം, യുദ്ധം പുനരാരംഭിക്കരുത്, കൂടുതൽ ദയവായി സങ്കീർണമാക്കരുത്, താങ്കൾക്ക് നിലനിന്നേ തീരൂ, ഈ കാര്യം പറഞ്ഞു. അതാണ് ഒരു സമ്മർദ്ദം. രണ്ടാമത്തെ സമ്മർദ്ദം, യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയോട് അനൗപചാരികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങൾ യുദ്ധത്തിലില്ല, പക്ഷേ ഇത് ലോകസമാധാനം വേണമെന്ന് പറയാനുള്ള ഒരു ആർജവം തങ്ങൾക്കുണ്ട്, ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്, കഷ്ടമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എണ്ണ ലഭ്യത, ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഉപരോധം കാരണം നിർത്തിവെച്ചിരിക്കുന്നു. ഗൾഫിൽ നിന്നുൾപ്പെടെ എണ്ണ ഇല്ലാതെ വരുമ്പോൾ യൂറോപ്പാണ് വല്ലാതെ ജരുക. അതുമാത്രമല്ല, യൂറോപ്പിന് നേരെ കൂടുതൽ നികുതി നിർദ്ദേശങ്ങളുമായി ട്രംപ് കത്തിക്കയറുകയാണ്. യൂറോപ്പിനെ വെറുപ്പിച്ച് ഒരു പരുവമാക്കി വെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്.
യൂറോപ്പിന് അങ്ങനെ പൊട്ടിത്തെറിക്കാനാവില്ല. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. അമേരിക്കയ്ക്കെതിരെ അങ്ങനെ അങ്ങ് പൊട്ടിത്തെറിക്കാനൊന്നും യൂറോപ്യൻ സഖ്യകക്ഷികൾ കഴിയില്ല. ഇപ്പോഴും അമേരിക്കയുമായി നെയ്റ്റോയിലെ സഖ്യകക്ഷികളാണ്. നെയ്റ്റോ തന്നെ മീനിങ്ലെസ് ആയി എന്ന് ട്രംപ് പറയുന്നു. നെയ്റ്റോയിൽ നിന്നും അമേരിക്ക പിൻവാങ്ങുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യം ആയി ഇരിക്കെ അമേരിക്കൻ പാർലമെൻറ്റിനുള്ളിലും പ്രതിഷേധമുണ്ട്. അമേരിക്കൻ ജനതയ്ക്കുള്ള യുദ്ധത്തിനെതിരായ വലിയ ഒരു സുനാമി പോലെ ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നു. എങ്ങനെയെങ്കിലും പിൻവാങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത് കൂടുതൽ കടുപ്പിക്കുന്ന നിലപാട് വരുന്നത്. അതുകൊണ്ട് ചൈനയിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സന്ദർശന വേളയിൽ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാവാം ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുന്നത്. ചൈനയിൽ വെച്ച് യുദ്ധം അവസാനിച്ചതായ ഒരു പ്രഖ്യാപനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ക്രിയാത്മകമായ, കാരണം എണ്ണ ലഭ്യത ഉണ്ടാവണം. ചൈനയെ ജയിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നടപ്പാവില്ല എന്ന് ചൈനയ്ക്ക് പറയേണ്ടി വരും. മറ്റ് പല സോഴ്സുകളും അപ്പം ഡോളറിനെതിരെയുള്ള പോരാട്ടമൊക്കെ ചൈനയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ കടുപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പറയാം, റെയർ എർത്ത് ചൈനയാണ് അമേരിക്കയ്ക്ക് നൽകുന്നത്. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള റെയർ എർത്തിൻ്റെ 70% വരുന്നത് ചൈനയിൽ നിന്നുമാണ്. അമേരിക്കയുടെ പല തന്ത്രപ്രധാനമായ പ്രൊഡക്ഷൻ, എയർക്രാഫ്റ്റുകൾ ഉൾപ്പെടെ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷന് വേണ്ടി ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്ന് വരുന്നത് ചൈനയെ അങ്ങനെ വെറുപ്പിക്കാനുമാവില്ല. അതുകൊണ്ടാണ് മുൻപ് ടാരിഫ് അടിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോൾ കഠിനമായ ടാരിഫ് 256% വരെ ടാരിഫ് കൊടുത്തതിന് ശേഷം ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവരേണ്ടി വന്നതും ഇപ്പോൾ സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞു എല്ലാ ടാരിഫും. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ചിലത് അമേരിക്കയോട് പറയാൻ കഴിയും. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന് മുൻകാലത്തെ പോലെ ചൈനയെ സമ്മർദ്ദപ്പെടുത്താൻ കഴിയില്ല. ചൈനയുടെ വാക്കുകൾ കൂടി ഒരുപക്ഷെ പരിഗണിച്ചാവും അന്തിമമായ തീരുമാനം. ഇറാന് അനുകൂലമായ ഒരു തീരുമാനമേ ചൈനയ്ക്ക് എടുക്കാനാവൂ. അങ്ങനെയാണ്. പക്ഷേ നേരിട്ട് യുദ്ധം എന്ന തീരുമാനമല്ല, നേരിട്ട് സഹായം എന്ന ചൈന തീരുമാനമല്ല. എണ്ണ ലഭ്യത ഉറപ്പുവരുത്താൻ ഒരു പക്ഷേ അമേരിക്ക ഉപരോധം ഗൾഫിലേത് ഒഴിവാക്കിയേ പറ്റൂ. ഇറാന് നേരെയുള്ള ഉപരോധം ഇനഫ് ഈസ് ഇനഫ് എന്ന് ചൈന പരസ്യമായി ഒരു പ്രതികരണം നടത്തുമോ? ജോയിന്റ് ഡിക്ലറേഷനിൽ അമേരിക്കയ്ക്ക് കൂടി സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചൈന അമേരിക്ക സംയുക്ത പ്രഖ്യാപനം ഉണ്ടാകുമോ? അതിലെന്തെല്ലാം നീക്കുപോക്കുകളാണ് അമേരിക്ക കൂടി പറയുന്നത്? ഇതെല്ലാം ലോകം സാകൂതം ശ്രദ്ധിക്കുന്നു.